എല്ലാ കൂട്ടുകാർക്കും RST ക്രിയേറ്റീവ് ഹബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് അറബി കാലിഗ്രാഫി വളരെ സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനെ കുറിച്ചാണ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഓൺ ചെയ്ത് വെക്കുക. എങ്കിലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷനിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് നമ്മൾ എന്താണോ കാലിഗ്രാഫി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നമ്മളൊരു ഷേപ്പിലായിരിക്കും കാലിഗ്രാഫി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടാവുക. അപ്പോൾ ആ ഷേപ്പ് നമ്മൾ ആദ്യം ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട്. ഞാനിവിടെ ചെയ്യുന്നത് ഒരു നാളെ മുബാറക്കിൻ്റെ ഷേപ്പിലുള്ള ഒരു കാലിഗ്രാഫിയാണ്. അപ്പോൾ ഞാനിവിടെ അത് ഡൗൺലോഡ് ചെയ്ത് വെക്കുകയാണ്. അതിനുശേഷം നമുക്ക് ആപ്ലിക്കേഷനിലേക്ക് പോകാം. അന മുഖ്തരിഫ് എന്നാണ് നമ്മൾ ഈ കാലിഗ്രാഫി ചെയ്യാൻ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ്റെ പേര്. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. ആപ്ലിക്കേഷൻ ഓണായി വരുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ആദ്യം കാണിക്കുക. ഇവിടെ ജദീദ് എന്ന ഓപ്ഷനിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അതായത് നമ്മളൊരു പുതിയ വർക്കാണ് നമ്മൾ ആരംഭിക്കുന്നത്. അതുകൊണ്ട് ജദീദ് എന്ന ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഞാൻ മുമ്പ് ചെയ്തു വെച്ച 1-2 വർക്കുകൾ ഇവിടെ ഉണ്ട്. ഇവിടെ മുകളിൽ ന്യൂ എന്ന ഭാഗത്ത് നമ്മൾ ആദ്യം സെലക്ട് ചെയ്യുക. ഇവിടെ ഡിസൈൻ നെയിം എന്നുള്ളിടത്ത് ഞാനിവിടെ കാലിഗ്രാഫി എന്ന് നെയിം കൊടുക്കുകയാണ്. അതിൻ്റെ തൊട്ട് താഴെ സേവ്ഡ് സൈസ് എന്ന് എഴുതിയിട്ട് നമുക്ക് പേജിൻ്റെ സൈസുകൾ കാണാം. ഇവിടെ ഡീഫോൾട്ടായിട്ട് ഒരുപാട് സൈസുകളുണ്ട്. അത് വേണമെങ്കിൽ നമുക്കത് ചൂസ് ചെയ്യാം. നമ്മൾ ഏത് ഷേപ്പിലുള്ള കാലിഗ്രാഫിയാണോ ചെയ്യുന്നത് അതിനനുസരിച്ച് നമ്മൾ പേജുകൾ സെറ്റ് ചെയ്യുക. ഇവിടെ ഞാൻ ചെയ്യുന്നത് കുത്തനെയുള്ള ഒരു കാലിഗ്രാഫിയാണ്. കാരണം നാളെ മുബാറക്കിൻ്റെ ഷേപ്പ് അത് കുത്തനെയുള്ള ഒരു ഷേപ്പാണ്. അപ്പോൾ കുത്തനെയുള്ളൊരു സ്ക്രീനാണ് എനിക്ക് ആവശ്യമുള്ളത്. ഇവിടെ പിക്സൽ സൈസിലാണ് അളവുകൾ നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ തൊട്ട് മേലെ കാണുന്ന അളവ് 1920 എന്ന് പറയുന്നത് ആ പേജിൻ്റെ വിഡ്ത്തും 1080 എന്ന് പറയുന്നത് ആ പേജിൻ്റെ ഹൈറ്റുമാണ്. അപ്പോൾ അത് ഞാൻ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എനിക്ക് ലാൻഡ്സ്കേപ്പ് ആയിട്ടുള്ള ഒരു പേജാണ് ലഭിക്കുക. അപ്പോൾ എനിക്ക് വേണ്ടത് ഇവിടെ ഒരു കുത്തനെയുള്ള പേജാണ്. അതിനുവേണ്ടി ഞാൻ താഴെ വിഡ്ത്ത് എന്നുള്ളിടത്ത് 1080 എന്നും ഹൈറ്റ് എന്നുള്ളിടത്ത് 1920 എന്നും ടൈപ്പ് ചെയ്യുകയാണ്. തൊട്ടടുത്ത് സേവ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആ അളവ് സേവ് ചെയ്ത് വെക്കാം. അതിൻ്റെ തൊട്ട് താഴെ ബാക്ക്ഗ്രൗണ്ട് കളർ ഉണ്ട്. ഇപ്പോൾ ഡീഫോൾട്ടായിട്ട് വൈറ്റാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ എനിക്ക് വൈറ്റ് മതി. അതുകൊണ്ട് ഞാനത് ചൂസ് ചെയ്തുകൊണ്ട് ഓക്കെ കൊടുക്കുന്നു. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെല്ലുന്ന ഈ ബോക്സിലാണ് നമ്മൾ കാലിഗ്രാഫി ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഒരുപാട് ഓപ്ഷനുകൾ കാണാം. ആദ്യം ഞാൻ ഇതിൻ്റെ മെയിനായിട്ടുള്ള ചില ഓപ്ഷനുകൾ ഞാൻ പരിചയപ്പെടുത്താം. മുകളിൽ കാണുന്നത് ടെക്സ്റ്റാണ്. നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്ന ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുന്ന ഭാഗമാണ്. അതിൻ്റെ തൊട്ട് തഷ്കീൽ എന്നു പേരുള്ള ഒരു ഭാഗമുണ്ട്. അതിൽ നമുക്ക് ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യാവുന്ന കാലിഗ്രാഫി ഐക്കണുകളാണ്. തൊട്ടടുത്ത് എഡിറ്റ് എന്നൊരു ഓപ്ഷനുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് 2 റൊട്ടേഷൻ ആയി കാണുന്നത് അത് നമുക്ക് ചെയ്ത വർക്ക് ബാക്കിലോട്ട് അൺഡു ചെയ്യാനും അതുപോലെ തന്നെ റീഡു ചെയ്യാനുമുള്ള ഓപ്ഷനാണ്. അതിൻ്റെ തൊട്ടപ്പുറത്ത് നമുക്ക് ഇമേജ് സേവ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അതൊക്കെ ഞാൻ വഴിയെ പറഞ്ഞു തരാം. ഇനി താഴോട്ട് പോയാൽ നമുക്കവിടെ ആദ്യം എ എന്നെഴുതി കാണിച്ചിരിക്കുന്നത് നമുക്ക് ഓരോ അക്ഷരത്തിൻ്റെയും വലുപ്പം കൂട്ടുവാനും കുറക്കുവാനുള്ള ഓപ്ഷനാണ്. അപ്പോൾ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണത്. അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന സ്റ്റൈല് എന്ന് 2 ഭാഗത്തേക്കും ആരോ ഇട്ട് 2 ബോക്സായി കാണാം. അത് നമുക്ക് ഓരോ അക്ഷരത്തിൻ്റെയും സ്റ്റൈലുകൾ നമുക്ക് ചേഞ്ച് ചെയ്യാനാണ്. കാലിഗ്രാഫിയിലെ പല സ്റ്റൈലുകളും നമുക്കതിൽ അവൈലബിൾ ആണ്. അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ഐക്കൺ അത് ഡിലീറ്റ് ചെയ്യാനുള്ളതാണ്. നമുക്ക് അക്ഷരങ്ങൾ ഡിലീറ്റ് ചെയ്യാൻ. അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ഐക്കൺ നമുക്ക് ഓരോ അക്ഷരത്തെയും മൂവ് ചെയ്യിപ്പിക്കാനുള്ളതാണ്. അതുപോലെ തന്നെ പേജ് നമുക്ക് മൂവ് ചെയ്യാൻ ഇതിനൊക്കെയാണ് ഉപയോഗിക്കുക. അതുപോലെ തൊട്ടടുത്ത് കാണുന്നത് നമുക്ക് ഓരോ അക്ഷരവും റൊട്ടേറ്റ് ചെയ്യാനാണ്. ഇതിൻ്റെയൊക്കെ ഉപകാരം നമുക്ക് കാലിഗ്രാഫി ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും. അതിൻ്റെ തൊട്ടടുത്ത് കാണുന്നത് കളർ ബോക്സാണ്. നമുക്ക് ഓരോ അക്ഷരത്തിൻ്റെയും കളർ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് കാലിഗ്രാഫി ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ ആദ്യമായിട്ട് നമുക്ക് നമ്മുടെ ഷേപ്പ് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ ആ ഷേപ്പിൻ്റെ ഉള്ളിലാണ് നമ്മൾ കാലിഗ്രാഫി ചെയ്യുന്നത്. അതിനു വേണ്ടി മുകളിൽ കാണുന്ന ആ ഒരു 3 ലൈനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നമ്മളുടെ ഡൗൺലോഡ് ചെയ്ത് വെച്ച നമ്മൾ സെലക്ട് ചെയ്ത് വെച്ച ആ ഷേപ്പ് നമുക്കിതിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ നാളെ മുബാറക്കിൻ്റെ ഷേപ്പ് ഞാനിതിലേക്ക് ഇൻസേർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മളുടെ
അപ്പോൾ നമ്മളുടെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഇവിടെ ഇൻസേർട്ട് ആയിട്ടുണ്ട്. ഇത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുകയൊന്നുമില്ല, ചലിക്കാതെ അവിടെ ബാക്ക്ഗ്രൗണ്ടായിട്ട് കിടന്നോളും. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ടെക്സ്റ്റുകൾ ആഡ് ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി മുകളിൽ ടെക്സ്റ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ അറബി പേരുകൾ ടൈപ്പ് ചെയ്യാൻ വേണ്ടി ഒരു അറബി കീബോർഡ് ആവശ്യമുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇല്ലാത്തവർ അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് നമുക്ക് വേണ്ട പേര്, നമ്മൾ എന്താണോ കാലിഗ്രാഫി ചെയ്യുന്നത് അത് നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ എനിക്ക് വേണ്ട പേര് ഞാനിവിടെ കൂട്ടക്ഷരമായിട്ട് തന്നെ ഞാനവിടെ ടൈപ്പ് ചെയ്യുകയാണ്. ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ താഴെ ഇൻസേർട്ട് എന്നൊരു ബട്ടൺ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ ടെക്സ്റ്റ് ചെയ്ത അക്ഷരങ്ങൾ നമ്മളുടെ പേജിലേക്ക് ഇൻസേർട്ട് ആയിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചാലറിയാം, നമ്മളുടെ പേജിൽ പുതിയ ഒരു ബോക്സും കൂടെ താഴെ വന്നിട്ടുണ്ട്. അത് നമുക്ക് ഓരോ അക്ഷരങ്ങളും സെലക്ട് ചെയ്തുകൊണ്ട് അതിൻ്റെ മൂവിങ്ങിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ഓരോ അക്ഷരങ്ങളായിട്ടോ ഒന്നിലധികം അക്ഷരങ്ങളായിട്ടോ നമുക്കതിൽ നിന്നും സെലക്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യിപ്പിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഓരോ ടെക്സ്റ്റുകളും നമുക്ക് ആ ഷേപ്പിനുള്ളിൽ കറക്റ്റായിട്ട് നമുക്കതിലേക്ക് എന്ത് ചെയ്യാം, സെറ്റ് ചെയ്ത് വെക്കാം. ഇവിടെ ബ്ലാക്ക് ടെക്സ്റ്റ് ഉപയോഗിച്ചാൽ എനിക്ക് ആ കാലിഗ്രാഫി അത് കാണാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ ഓരോ അക്ഷരങ്ങളും സെലക്ട് ചെയ്തുകൊണ്ട് അതിൻ്റെ മൊത്തത്തിലുള്ള കളർ ഞാൻ ചേഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു വൈറ്റ് കളർ അതിന് കൊടുക്കുകയാണ്. അതിനുശേഷമാണ് ഞാൻ ആ ബോക്സിനുള്ളിലേക്ക് ഓരോ ടെക്സ്റ്റുകളും ആഡ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അത് ഞാൻ വേഗത്തിലൊന്ന് കാണിക്കാം. ആദ്യം അക്ഷരങ്ങളാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കേണ്ടത്. ഹർക്കത്തുകളോ മറ്റു കാലിഗ്രാഫി ഡോട്ട്സുകളോ നമ്മൾ കൊടുക്കരുത്. ആദ്യം നമ്മൾ അക്ഷരങ്ങൾ അതിൽ സെറ്റ് ചെയ്ത് വെക്കുക. അക്ഷരങ്ങൾ തന്നെ നമുക്ക് എല്ലാ അക്ഷരങ്ങളും ചിലപ്പോൾ അതിൽ സെറ്റ് ചെയ്യാൻ കഴിഞ്ഞോളണമെന്നില്ല. അപ്പോൾ അതിൻ്റെ ഓരോ അക്ഷരവും സെലക്ട് ചെയ്ത് അത് താഴെ കാണുന്ന സ്റ്റൈല് എന്ന ഭാഗത്ത് നമുക്കതിൻ്റെ സ്റ്റൈല് നമുക്ക് മാറ്റി കൊടുക്കാവുന്നതാണ്. ഇനി ആ രൂപത്തിൽ നമുക്ക് ടെക്സ്റ്റുകൾ അതിലേക്ക് പാകമാകുന്നില്ല എങ്കിൽ നമുക്ക് അവിടെ മുകളിൽ കാണുന്ന ആ തഷ്കീൽ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് 2 ഓപ്ഷനുകൾ കിട്ടും. അവിടെ രണ്ടാമത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ താഴെ മാർക്സ് എന്ന് പറയുന്ന ഒരു ഭാഗം കൂടെ കാണാം. അവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഓരോ അക്ഷരത്തിൻ്റെയും വ്യത്യസ്തമായ കാലിഗ്രാഫി മോഡലുകൾ നമുക്കതിൽ ലഭ്യമാണ്. എനിക്കിവിടെ യാ എന്ന അക്ഷരം അതിൽ ശരിക്ക് ഫിറ്റ് ആവുന്നില്ല. അപ്പോൾ ഞാൻ അതിൽ നിന്നൊരു കാലിഗ്രാഫി വ്യത്യസ്ത ഫോണ്ട് എടുത്തുകൊണ്ട് ഞാൻ അതിലേക്ക് സൂട്ടാക്കി വെക്കുകയാണ്. ഇപ്പോൾ ഇവിടെ അത് സൂട്ടായി നിന്നു. ഇത്രയും കഴിഞ്ഞാൽ നമുക്കതിലേക്ക് അക്ഷരങ്ങളുടെ ഫത്ത്ഹ്, കസർ പോലെയുള്ള സൂചകങ്ങൾ ആഡ് ചെയ്യേണ്ടതുണ്ട്. ഇതിനു വേണ്ടി നമുക്ക് ആ തഷ്കീൽ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ താഴെ ആ കളക്ഷൻ എന്ന ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും. അതിൽ നിന്ന് നമ്മൾ ഒന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ഒരു ഫത്ത്ഹ് സെലക്ട് ചെയ്യുകയാണ്. ഇനി നമുക്ക് ഫത്ത്ഹ് ഏതൊക്കെ അക്ഷരത്തിലേക്കാണ് വേണ്ടത് എന്ന് നമ്മൾ നോക്കുക. അതിനുശേഷം നമ്മൾ ഇൻസേർട്ട് ചെയ്ത ഫത്ത്ഹ്, ആ ഫത്ത്ഹ് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, എഡിറ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് അതിൻ്റെ കോപ്പി എടുത്തുകൊണ്ട് ബാക്കിയുള്ള ഭാഗത്തോട്ടും വെക്കുക. എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഓരോ അക്ഷരവും അതിൻ്റെ സൈസിൽ തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ അതിൽ വ്യത്യസ്ത അളവുകളായി കഴിഞ്ഞാൽ നമ്മുടെ കാലിഗ്രാഫി അത് ഭംഗിയുണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഓരോ അക്ഷരവും അതിൻ്റെ കറക്റ്റ് അളവിൽ തന്നെ വരേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഓരോന്നും സെലക്ട് ചെയ്ത് എഡിറ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കോപ്പി എടുത്ത് ആ ഒരു അക്ഷരത്തിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് നമുക്ക് കിട്ടും. അത് താഴ്ഭാഗത്ത് സെലക്ട് ചെയ്തുകൊണ്ട് മൂവ് ചെയ്ത് നമ്മൾ ഓരോ അക്ഷരത്തിനും വെച്ച് കൊടുക്കുക. ഇങ്ങനെ ഫത്തഹുകളും കസറുകളും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമുക്ക് കാലിഗ്രാഫിയിൽ മെയിനായിട്ട് നമ്മൾ കൊടുക്കുന്നതിൻ്റെ സൂചകങ്ങൾ നമുക്ക് ആഡ് ചെയ്യേണ്ടതുണ്ട്. ഇതിനു വേണ്ടി നമ്മൾ കളക്ഷനിൽ നിന്ന് കാലിഗ്രാഫിയിൽ ആഡ് ചെയ്യുന്ന സൂചകങ്ങൾ കാണാം. അത് നമ്മൾ ആദ്യം സെലക്ട് ചെയ്യുക. അതിൽ നിന്ന് നമ്മൾ ആദ്യം ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. അതിനുശേഷം ടെക്സ്റ്റിനേക്കാൾ ചെറുതാക്കിയിട്ട് അതിൻ്റെ അളവ് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നേരത്തെ ചെയ്തതുപോലെ തന്നെ നമുക്ക് ഇത് ഇനി കോപ്പി പേസ്റ്റ് ചെയ്യുകയാണ് വേണ്ടത്. കാരണം എല്ലാം ഒരേ അളവിൽ ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിവിടെ കോപ്പി പേസ്റ്റ് ചെയ്ത് ഓരോ ഭാഗത്തായി സെറ്റ് ചെയ്യുകയാണ്. അത് കഴിഞ്ഞാൽ അതിൽ വ്യത്യസ്തമായ
കാലിഗ്രാഫിയിൽ ആഡ് ചെയ്യുന്ന ഓരോ സൂചകങ്ങൾ കാണാം. അതെല്ലാം ഇതുപോലെ ഒരെണ്ണം ഇൻസേർട്ട് ചെയ്തുകൊണ്ട് അതിൻ്റെ വ്യത്യസ്ത കോപ്പികൾ എടുത്തുകൊണ്ട് അത് ഫില്ലായിട്ട് വെക്കുക. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഷേപ്പിൻ്റെ എഡ്ജ് ഭാഗത്ത് വെക്കുമ്പോൾ എല്ലാം കറക്റ്റായിട്ട് തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഒഴിവാക്കുന്ന സമയത്ത് നമുക്ക് നമ്മളുടെ കാലിഗ്രാഫി നല്ല ഭംഗിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്, ആ ഷേപ്പിൽ തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കറക്റ്റായിട്ട് എഡ്ജ് ഭാഗത്ത് വെക്കുന്ന ഡോട്ട്സുകൾ കറക്റ്റായിട്ട് തന്നെ അതിലെന്ത് ചെയ്യുക, സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാനിവിടെ കറക്റ്റായിട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഇതുപോലെ നിങ്ങളും കറക്റ്റായിട്ട് ചെയ്ത് വെക്കുക. ഇപ്പോൾ ഏകദേശം ഒരു നൈല മുബാറക്കിൻ്റെ ഒരു കാലിഗ്രാഫി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് ഇതിൻ്റെ കളർ ഇപ്പോൾ തന്നെ നമുക്ക് സെലക്ട് ചെയ്ത് നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ ഇൻസേർട്ട് ചെയ്ത കോപ്പി ചെയ്ത ഓരോ അക്ഷരങ്ങളും ഓരോ ഡോട്ട്സുകളും താഴെ ഓരോ ബോക്സുകളായി വ്യത്യസ്ത ഇനങ്ങളായിട്ട് കിടക്കുന്നത് കാണാം. ഇതിൽ നിന്ന് നമുക്ക് ഓരോ ഭാഗവും സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് നീക്കി വെക്കാവുന്നതാണ്. അതുപോലെ നമുക്കിതിൻ്റെ സൂചകങ്ങൾ, ഇതിലെ കാലിഗ്രാഫി സൂചകങ്ങൾ അത് നമുക്ക് വേറൊരു കളറായിട്ട് നമുക്ക് കാണണമെങ്കിൽ ആ ഭാഗം മാത്രം സെലക്ട് ചെയ്തുകൊണ്ട് അതിനുവേണ്ടി ഇവിടെ എഡിറ്റിൽ ഓൾ സെലക്ട് കൊടുത്ത് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഡീസെലക്ട് ചെയ്താൽ മതി. അതായിരിക്കും ഒന്നും കൂടെ എളുപ്പം. അപ്പം അങ്ങനെ ചെയ്തുകൊണ്ട് നമുക്ക് ആ കളർ ബോക്സിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ ഒരു അക്ഷരത്തിൻ്റെയോ അതല്ലെങ്കിൽ നമ്മൾ ചെയ്ത കാലിഗ്രാഫിയിൽ ഉപയോഗിച്ച നമ്മളുടെ ആ ഡോട്ട്സുകളെ കളറുകൾ മാത്രമായിട്ട് നമുക്ക് മാറ്റാൻ കഴിയും. അപ്പം അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, കാലിഗ്രാഫി എത്രത്തോളം ഭംഗിയുള്ളതാക്കാമെന്ന് നമുക്ക് ഇവിടെ നിന്ന് തന്നെ തീരുമാനിക്കാം. ഇപ്പോൾ നമ്മൾ കാണുമ്പോൾ കാലിഗ്രാഫി പെർഫെക്ഷനായിട്ട് തോന്നുന്നുണ്ട് എങ്കിലും നമ്മളുടെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പെർഫെക്ഷനായിട്ട് തോന്നിക്കൊള്ളണമെന്നില്ല. അതെന്തെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ എഡ്ജുകൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എഡ്ജുകളിൽ വെക്കുന്ന ഓരോ ഡോട്ട്സുകളും കറക്റ്റായിട്ട് അതിലേക്ക് ഫില്ല് ചെയ്ത് വെക്കുന്ന രൂപത്തിൽ തന്നെ അതിലേക്ക് ആഡ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മളുടെ ആ ഒരു ഷേപ്പിൻ്റെ രൂപത്തിൽ നമ്മളുടെ കാലിഗ്രാഫി നമുക്ക് ലഭിക്കുകയുള്ളൂ. നമുക്ക് ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ഒഴിവാക്കാനുള്ള ഓപ്ഷൻ ഇവിടെ എഡിറ്റ് എന്ന ഭാഗത്ത് നമ്മൾ സെലക്ട് ചെയ്താൽ നമുക്കവിടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാം. അത് കഴിഞ്ഞാൽ നമുക്കിവിടെ എക്സ്പോർട്ട് ചെയ്യേണ്ട പ്രവർത്തനങ്ങളാണ് ഇനി വേണ്ടത്. അതിനായി നമ്മൾ ആദ്യം നമ്മളുടെ ബാക്ക്ഗ്രൗണ്ട് കളർ ഒഴിവാക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ആ മുകളിൽ കാണുന്ന ആ ലൈനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കവിടെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് എന്നതിന് മുകളിലായി ബാക്ക്ഗ്രൗണ്ട് കളർ എന്നൊരു ഓപ്ഷൻ കാണാം. അത് സെലക്ട് ചെയ്യുക. അവിടെ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ താഴ്ഭാഗത്തായി ഒരുപാട് കളറുകൾ ഡീഫോൾട്ടായിട്ട് കിടക്കുന്നത് കാണാം. അവിടെ ഏറ്റവും അവസാനമായിട്ട് ഒരു ട്രാൻസ്പെറൻറ്റ് കളർ കിടക്കുന്നത് കാണാം. ആ ഒരു ഭാഗം നമ്മൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ബാക്ക്ഗ്രൗണ്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് എക്സ്പോർട്ട് ചെയ്താൽ നമുക്ക് നമ്മളുടെ ഈ ഒരു കാലിഗ്രാഫി മാത്രമായിട്ട് നമുക്ക് ലഭിക്കും. അതിനുവേണ്ടി മുകളിൽ കാണുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. നമുക്കവിടെ ഗാലറിയിലേക്കാണ് സേവ് ചെയ്യേണ്ടത് എങ്കിൽ ആ ഫേസ്ബുക്ക് ഐക്കണിൻ്റെ തൊട്ടുപുറത്ത് കാണുന്ന ആ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കത് ഗാലറിയിലേക്ക് സേവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എൻ്റെ ഇമേജ് ഇവിടെ സേവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗാലറിയിലേക്ക് പോയി നോക്കാം. അപ്പോൾ നമ്മൾ ഗാലറിയിലേക്ക് പോയി നോക്കുമ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയും നമ്മൾ ചെയ്ത ആ ഒരു കാലിഗ്രാഫി മാത്രമേ നമുക്കിവിടെ സേവായി കിട്ടിയിട്ടുള്ളൂ. ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ തന്നെ നമുക്കത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നല്ല ഭംഗിയുള്ള കാലിഗ്രാഫികൾ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് നിർമ്മിച്ചെടുക്കാവുന്നതാണ്. ഇനി ഈ കാലിഗ്രാഫി മൊബൈൽ ഉപയോഗിച്ച് തന്നെ A4ലേക്ക് എങ്ങനെ സെറ്റ് ചെയ്യാമെന്നും ഇതിനെ എങ്ങനെ ഡിസൈൻ ചെയ്തുകൊണ്ട് ഒരു A4ലേക്ക് സെറ്റ് ചെയ്തുകൊണ്ട് പ്രിൻ്റ് ചെയ്യാമെന്നുമുള്ള വീഡിയോ പാർട്ട് 2 ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് അത് കാണാവുന്നതാണ്. അപ്പോൾ ഈ ആപ്ലിക്കേഷനുമായിട്ട് വല്ല സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റിലൂടെ അറിയിക്കുക. അതുപോലെ തന്നെ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഈ ഉപകാരപ്രദമായ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോയിലൂടെ കണ്ടുമുട്ടുന്നത് വരെ